നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൃഷ്ണഭക്ത എന്ന അവകാശവാദവുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലും ഗുരുവായൂർ ക്ഷേത്ര നടയിലുമൊക്കെ വലിയ രീതിയിൽ നിറഞ്ഞു നിന്ന ഒരു യുവതിയായിരുന്നു ജസ്ന സലീം. മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന് കൃഷ്ണനെ വരയ്ക്കുന്നു, ഒരു ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ രംഗപ്രവേശം. ആദ്യ കാലഘട്ടത്തിൽ ഒരു ആൾദൈവമാകാനുള്ള ശ്രമം പോലും ഇവർ നടത്തിയിരുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇവരുടെ ഈ അഭിനയം കുറച്ചൊക്കെ ഫലം ചെയ്യുകയും ചെയ്തു. കുറച്ചു കാലം അവർ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് BJPയും അതുപോലെ തന്നെ സംഘപരിവാർ ഇടങ്ങളിലുമൊക്കെ അവരുടെ വേദികളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം കൃഷ്ണഭക്തി പറഞ്ഞുകൊണ്ടും കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ അവിടുത്തെ ഉസ്താദുമാരടക്കം എതിർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. കൃഷ്ണനെ വരച്ചുകൊണ്ട് ഒരു വേള താൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന വാദം തന്നെ ഇവർ ഉയർത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇവർ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തപ്പെടുകയാണ് ഉണ്ടായത്. ഇതൊക്കെ കേട്ട് കരളലിഞ്ഞ സുരേഷ് ഗോപി ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായ കൃഷ്ണനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുക എന്നുള്ള ആഗ്രഹത്തിന്, ആ ആഗ്രഹ സാഫല്യത്തിനായി പ്രവർത്തിച്ചു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമയത്ത് അവിടെ വന്ന പ്രധാനമന്ത്രിക്ക് ഗുരുവായൂർ നടയിൽ വെച്ച് അവർക്കൊരു ചിത്രം നൽകാനും കഴിഞ്ഞു. അതോടെ അവർ ലോക ശ്രദ്ധയ്ക്ക് മുന്നിലേക്ക് വന്നു. അപ്പോഴും ചില വ്യക്തികളും പ്രത്യേകിച്ച് ചില ആൾക്കാരുമൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഇവർ ഒരു വലിയ ഫ്രോഡാണെന്നും ഇവർ പറയുന്നതെല്ലാം കള്ളമാണെന്നും ഇവർ നിരവധി പുരുഷന്മാരെ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ടെന്നുമൊക്കെ. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ഇത് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഇത് വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കറിയാം, ഞാനിത് അറിയുന്നത് ഏതാണ്ട് ഒരു 2.5-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിരുന്ന ഒരു സിനിമാ സംവിധായകൻ, അപ്പോൾ ഇവർ സിനിമക്കാരുടെ ഇടയിലൊക്കെ ചർച്ചാ വിഷയമാണ് ഈ സ്ത്രീ എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു സിനിമാ സംവിധായകൻ, അയാൾ CPM അനുഭാവിയാണ്, എൻ്റെ ഓഫീസിലേക്ക് വരുന്നു. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം എന്നെ കളിയാക്കാനെന്ന മട്ടിലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറയാനെന്ന മട്ടിലോ അദ്ദേഹം എന്നോട് പറയുന്നു, നിന്റെ BJP RSSകാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കൂ. ഏറ്റവും വൃത്തികെട്ട സ്ത്രീയാണവർ. അവർ ഇങ്ങനെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. പരാതികൾ ഓരോ പോലീസ് സ്റ്റേഷനിലും പരാതികൾ മാറി മാറി നൽകി പരാതിക്കാരെ സെറ്റിൽ ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുന്ന സ്ത്രീയാണ്, ഹണി ട്രാപ്പുകാരിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചു രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് അദ്ദേഹം പറയുന്നതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാര്യമായി ഇത് അന്വേഷിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് പല ആൾക്കാരും ഗുരുവായൂരിലേക്ക് എത്തപ്പെടുകയും RSS കാര്യാലയത്തിലേക്ക് എത്തുകയും സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതോടെ ജനങ്ങൾ ഇവർ ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി. പലരോട് പറഞ്ഞപ്പോൾ പലരും ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതേയില്ല, അല്ലെങ്കിൽ അത് വെറുതെയാണെന്നോ അവർ ഒരു പാവം സ്ത്രീയാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ അങ്ങ് അവഗണിക്കാൻ നോക്കി. എന്നാൽ അവരുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങളിലേക്ക് ഒരു അന്വേഷണത്തിന് ഞാൻ തയ്യാറായി. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും ഗുരുതരമായ വിവരങ്ങൾ, ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിലെ ഏറ്റവും ഗുരുതരമായ വിഷയം 13 വയസ്സുള്ളപ്പോൾ അവരും അവരുടെ അച്ഛനും ചേർന്ന് ഒരാൾക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചു എന്നുള്ളതാണ്. ഒരു വ്യവസായി, ആ വ്യവസായിക്കെതിരെ പീഡന പരാതി ഉന്നയിക്കുകയും ആ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് പണം നൽകി സെറ്റിൽ ചെയ്യുകയും അയാളുടെ വ്യവസായം അടക്കമെല്ലാം നശിച്ചുപോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അന്നു മുതൽ ഇന്നോളം ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം പ്രവൃത്തിയാണെന്നും ഇവരെക്കുറിച്ച് ആരെങ്കിലും മിണ്ടിയാൽ കയറി പിടിച്ചു, ആരെങ്കിലും സംസാരിച്ചാൽ അവർ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കേസുകൾ നൽകി. ഇതിൽ ഒരു കേസിൽ, അതായത് ഇവർ പറയുന്ന ക്രൂരമായി കെട്ടിയിട്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന പറഞ്ഞുകൊണ്ടൊരു ഷനീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർത്തിയിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ്, ആ കേസ് കോടതിയിലെത്തിയപ്പോഴാണ് ഇവരുടെ 13 വയസ്സുള്ള കാലത്തെ പീഡന പരാതി അടക്കമുള്ള വിഷയങ്ങൾ കോടതിയിലേക്ക് വന്നത്. അന്നത്തെ കോടതി, കോഴിക്കോട് സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഇവർ വിശ്വസനീയമായ സാക്ഷിയായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അവർ ആ കേസിൽ പരാജയമുണ്ടായപ്പോൾ പോലും അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പോലുമില്ല. കാരണം അവർക്കറിയാം ഇത് വ്യാജമായ ഒരു കേസായിരുന്നുവെന്ന് അവർക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായപ്പോൾ അവർ ഈ ഷനീദ് എന്ന് പറയുന്ന ഒരാളെ മാത്രം ആക്രമിച്ചുകൊണ്ട് പലതരത്തിലുള്ള കേസുകൾ ഷനീദിനെതിരെ കൊടുക്കാൻ തുടങ്ങി. കാരണം
അത്രയും കാലം ഉണ്ടായിരുന്ന പുരുഷന്മാരെല്ലാവരും, അതിലെല്ലാവരും കുടുംബസ്ഥരും കുട്ടികളുള്ളവരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ തങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാനോ തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷെനീദ് കരുവാങ്കണ്ടി എന്ന് പറയുന്ന ഒരു ആളോട് ഇവർ 25 ലക്ഷം രൂപയാണ് ചോദിച്ചത് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ഷെനീദ് അതിന് പിന്നിൽ കീഴടങ്ങാൻ തയ്യാറായില്ല. ഷെനീദ് ഈ കേസുമായി മുന്നോട്ട് പോയി. ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് ഷെനീദിനെതിരെ നിരവധി പരാതികൾ അടുത്ത കാലത്ത് പോലും, അതായത് ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം മുമ്പ് അവരുടെ മകളെയോ ആരെയോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷെനീദിന്റെ പേരിൽ പോക്സോ കേസ്, അതെന്നാണ് പണ്ടെന്നോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. കാരണം ഇവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, ഒരു കാലത്ത് ഇവരുടെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്ന ഷെനീദ് കരുവാങ്കണ്ടി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഒരിക്കലും കേസിൽ നിന്ന് മുക്തമാകരുതെന്നും അയാൾ പൊതുസമൂഹത്തിന്, കാരണം ഷെനീദിന്റെ പേരിൽ പല കേസുകളുള്ളത് കൊണ്ട് ഷെനീദിന് പ്രത്യേകിച്ച് സ്ത്രീ വിഷയം ഉൾപ്പെടുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ പല കേസുകളും വന്ന് പുറത്തു പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഷെനീദ് കരുവാങ്കണ്ടിയെ നിരന്തരമായി കുരുക്കണമെന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള നിയമ പോരാട്ടം നടത്തി ഷെനീദ് കരുവാങ്കണ്ടി വിജയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെയും പോലീസ് വേണ്ട വിധത്തിൽ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവർ മുന്നോട്ട് പോയത്. ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാക്കി പൊതുസമൂഹത്തിലേക്ക് വന്നപ്പോൾ ഒരു ആത്മഹത്യാ നാടകം നടത്തി, ആ വാർത്തയ്ക്ക് തടയിടാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ ഇവരുടെ ഈ ആത്മഹത്യാ നാടകം സാധാരണക്കാരായ സോഷ്യൽ മീഡിയയിലുള്ളവർ പോലീസ് സ്റ്റേഷനിലും മറ്റും വിളിച്ചുകൊണ്ട് പൊളിച്ചടുക്കി. അപ്പോഴാണ് ഇവർ മറ്റൊരു രൂപത്തിൽ, പിന്നീട് ആദ്യത്തെ വിഷയമുണ്ടായി, അതിനിടയിൽ ഇവർ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവർ ഗുരുവായൂരിൽ വന്ന് കേക്ക് മുറിക്കുകയും ബർത്ത്ഡേ ആഘോഷിക്കുകയും അതിനുശേഷം ഒരു സ്ത്രീയോട് തട്ടിക്കയറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവർ വന്ന് ക്ഷമ പറഞ്ഞു, ഇനി ഗുരുവായൂരിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ മറ്റൊരു രൂപത്തിലാണ് ഇവരുടെ അവതാരപ്പിറവി ഉണ്ടായത്. ഇവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നേരത്തെ തന്നെ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇവർ ഏതെങ്കിലും രീതിയിൽ ആരോടെങ്കിലും ഇവർ വളരെ മധുരമായി സംസാരിച്ചു കൊണ്ടിരുന്ന, വളരെ ചെറിയ കുട്ടികളെ പോലെ നിഷ്കളങ്കത നടിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. നമുക്കറിയാം, ഒരു വ്യവസായിയുമായിട്ടുള്ള ഒരു ഓഡിയോ കോൾ പുറത്തു വന്നിരുന്നു. ആ ഓഡിയോ കോളിലൊക്കെ ഒലിപ്പിക്കുന്ന ആ പഞ്ചാര കേട്ടാൽ, ആ സംസാരം കേട്ടാൽ ഇത്രയും ജെനുവിനായിരുന്ന സ്ത്രീ, ഇത്രയും പാവമായിരുന്ന സ്ത്രീയാണോ എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഒരു മാസക്കാലത്തിന് ശേഷം ഈ ഗുരുവായൂരെ പ്രശ്നമൊക്കെ കഴിഞ്ഞു. ഇനി അവർക്ക് വലിയ പൊതുസമൂഹത്തിനുള്ളിൽ വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. ചിത്രം വരയ്ക്കാനുള്ള, അല്ലെങ്കിൽ ചിത്രം വരയൊക്കെ അങ്ങോട്ട് തളർന്നു തരിപ്പണമാകാൻ തുടങ്ങി. ആ തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങിയ സാഹചര്യം ഉണ്ടായപ്പോൾ അവർ വീണ്ടും ചെയ്തത് ഒരു യൂട്യൂബുമായി രംഗത്തെത്തി. യൂട്യൂബിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ നട്ടാൽ കുരുക്കാത്ത നുണ പറയുക. ഇവർക്കെതിരെ ഇവർ വീണ്ടും ഗുരുവായൂർ പോയപ്പോൾ, ഗുരുവായൂരിൽ വീണ്ടും അവർ പോയി ഈ മാല സമർപ്പിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ഇവർക്കെതിരെ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്ത ശേഷം ഈ സ്ത്രീ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് ആ വീഡിയോയിൽ എന്നെ ടാഗ് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഷെനീദ് കരുവാങ്കണ്ടി എന്ന് പറയുന്ന, ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ പുരുഷനുമായി എനിക്ക് അവിഹിത ബന്ധമുണ്ട് എന്നാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ എന്റെ ചിത്രമടക്കം എടുത്തുകൊണ്ട് തോന്നിവാസം എത്രമാത്രം പറയാമോ അത്രമാത്രം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയായിരുന്നു. അവരിലെ യഥാർത്ഥ ലൈംഗിക വൈകൃതമുള്ള ഒരു സ്ത്രീ, എത്രമാത്രം ലൈംഗിക വൈകൃതമുള്ള ഒരു സ്ത്രീയാണോ അവരെന്ന് അതിലൂടെ അവർ കാണിച്ചു തരികയായിരുന്നു. ഏതായാലും അത്തരം സ്ത്രീകളോട് മറുപടി പറയാൻ, ആ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. കാരണം 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള, അക്ഷരം ശരിക്ക് പറയാൻ അറിയാത്ത, നല്ല മലയാളം സംസാരിക്കാൻ അറിയാത്ത ഒരു സ്ത്രീ, ആ സ്ത്രീ വന്നിരുന്ന് എന്നെ ചോദ്യം ചെയ്യുകയാണ്, എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജേർണലിസ്റ്റ് ആയിരുന്നോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് വിവരമില്ലേ എന്നൊക്കെ. അപ്പോ എത്രമാത്രം അഹങ്കാരം ആ സ്ത്രീക്കുണ്ട് എന്ന് ആലോചിക്കണം. അതുമാത്രമല്ല, അവരുടെ കൂടെ ഒരാളുണ്ട്, അയാൾ ഇവരുമായുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതിനി നമ്മുടെ വിഷയമല്ല. ആ പുരുഷനുമായി ചേർന്നിരുന്നു കൊണ്ട് അയാളെ എനിക്ക് ഏതോ ഒരു KSRTC ഡ്രൈവറോ കണ്ടക്ടറോ ഏതോ ഒരുത്തൻ, അവനെ എനിക്ക് നോട്ടമുണ്ട് എന്ന് വരെ പറഞ്ഞു വെക്കുകയായിരുന്നു. അവനെ എന്നല്ല, ഈ സ്ത്രീയുടെ പഞ്ചായത്തിലൂടെ പോയിട്ടുള്ള ഒരാളെ എൻ്റെ വീട്ടുവേലയ്ക്ക് പോലും ഞാൻ വെക്കില്ല. കാരണം അത്രയേറെ ഈ സ്ത്രീ എത്രമാത്രം ലൈംഗിക വൈകൃതമുള്ള ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ എന്നാണ് ഇവർ കാണിച്ചു തന്നത്. അത്തരത്തിലുള്ള ഒരു സ്ത്രീ വന്നിരുന്ന് അതിനുശേഷം ഓരോ സ്ത്രീകളെയും, അവർക്കെതിരെ മിണ്ടുന്ന മുഴുവൻ സ്ത്രീകളെയും അവർ വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിക്കുകയാണ്. നിങ്ങൾക്ക് ആ വീഡിയോ പലതും കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടു നോക്കണം. കൈകൊണ്ടുള്ള ആംഗ്യങ്ങൾ, അതായത് ലൈംഗിക വൈകൃതമുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്ന സ്ത്രീ. ഇനി അതും പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, അത് അവരുടെ കൾച്ചർ, അവരുടെ സ്വഭാവം, അത് വെളിച്ചത്ത് വന്നു എന്നുള്ളതാണ്. അതുപോട്ടെ, അതവിടെ നിൽക്കട്ടെ.
എന്നെ പറഞ്ഞതിന് ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഞാൻ 2 കേസുകൾ ഇവർക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസുകളുമായി ബന്ധപ്പെട്ട് ഡിഫമേഷൻ ആണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അവർ ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. അതിനുള്ള കാര്യം ഞാൻ എൻ്റെ നിയമപരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരക്കാരോട് സംസാരിക്കാനുള്ള അത്തരക്കാർ എൻ്റെ വാക്കുകൾ പോലും അർഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. മാത്രമല്ല എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നവർ കമന്റ് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി. എൻ്റെ ഭർത്താവിനെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ അവരോട് നേരിട്ട് മറുപടി പറയാൻ പോയില്ലെങ്കിലും കോടതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിനും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അടക്കമുള്ളവർക്ക് പരാതി പോയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഒരുപക്ഷെ ചെന്നെത്തുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് തന്നെയാകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം ഇവർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെ ഇന്റൻഷൻ, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ചിലരുടെ ഇന്റൻഷൻ, ഇന്നലെയും ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ താഴെ വന്ന് ഒരാൾ സംസാരിച്ചു. ആദ്യം മുതൽ തന്നെ ഇവരുടെ പിന്നിലുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പേരാമ്പ്രയിലുള്ള ഒരു മാഷ് എന്ന് അവകാശപ്പെടുന്ന, അതിൽ മാഷാണ്, പക്ഷെ അയാളുടെ പ്രവൃത്തി എന്താണെന്നുള്ളതാണ് ഇനി അടുത്ത പ്രശ്നം. അയാൾ പേരാമ്പ്രയിലുള്ള ഒരാളാണ്. അയാളെ സംബന്ധിച്ച് അയാൾ വിവിധ വ്യാജ പേരുകളിൽ ഐഡി ഉണ്ടാക്കിക്കൊണ്ട് ഈ സ്ത്രീക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതാണ്ട് ഞാൻ തന്നെ ഒരു 15-ലധികം വ്യാജ ഐഡികൾ അയാളുടെ ബ്ലോക്ക് ചെയ്തു. ഇന്നലെയും ഒരു വ്യാജ ഐഡിയായി അയാൾ വന്നിരുന്നു. ആ വ്യാജ ഐഡിയിൽ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, ഉടൻ കിട്ടും എന്ന് ഞാൻ പറയുമ്പോൾ ആ വ്യാജ ഐഡിയുടെ ഉറവിടം എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഈ ഫോണിന്റെ ലൊക്കേഷൻ എന്ന് അന്വേഷിക്കുമ്പോൾ അത് പേരാമ്പ്രയിൽ നിന്ന് തന്നെ എന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിങ്ങളൊരു മെസ്സേജ് അയച്ചാലും നിങ്ങൾ വ്യാജ ഐഡിയിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അത് ആരാണെന്ന് കണ്ടെത്താൻ തൽക്കാലം അത് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ, ചില ബന്ധങ്ങളൊക്കെ എനിക്കുമുണ്ട് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഏതായാലും ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് എല്ലാം ഇവരുടെ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗുരുവായൂർ പോലീസിനും കേസെടുക്കാൻ വിമുഖതയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ലീഗലായ വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. കാരണം ഈ വലിയ ലെങ്തിലേക്ക് ഈ വീഡിയോ പോകുന്നു, അതുകൊണ്ടാണ്. ഏതായാലും ഈ സ്ത്രീക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ അണുവിട മാറുന്നില്ല. ഇപ്പോഴും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇനി പറഞ്ഞുകൊണ്ടുമിരിക്കും. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത് തെളിയിക്കുകയും ചെയ്യും.